അന്യന്റെ വേദനയിൽ ആനന്ദിക്കുന്ന അവസ്ഥ ആർക്കായാലും മാനസിക രോഗലക്ഷണമാണ്. കുണ്ടറ കരിപ്പുറം സ്വദേശികളായ രാജന്റെയും ശശിയുടെയും അവസ്ഥ ആരിലും വേദന ഉളവാക്കും. വീടിന് പുറത്തിറങ്ങാൻ ഇവർക്ക് മാർഗമില്ല. ശശിയുടെ 2 പെൺമക്കളെ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. പരാതികൾ പലത് നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. 3 വർഷം കൊണ്ട് വഴിയില്ലാതെ കിടക്കുക. ഇതിന് മുൻപിട്ട് വേറൊരാൾ ഈ അസുവിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞ് വഴി കിട്ടുന്നതായാലും നടന്നോളാൻ പറഞ്ഞു അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഇത് നടച്ച് അങ്ങനെ ഒരു മൊത്തത്തിൽ നടച്ച് പിന്നെ എങ്ങോട്ടും പാലില്ല, എവിടേക്കും പാലിക്കുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിലും എങ്ങോട്ടും പാലിക്കുന്നില്ല. ഞങ്ങൾക്കൊരു നിമ്മതിയില്ല. ഞങ്ങൾ എന്താണ് ആത്മഹത്യയ്ക്കാണോ? ഞങ്ങൾ സകല കോടതിയിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ഒരു ലക്ഷ്യം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇനി എന്താണ് ഞങ്ങൾ 20 വർഷം മുമ്പ് 5 സെന്റ് വസ്തു വില കൊടുത്തു വാങ്ങിയാണ് കൽപ്പണിക്കാരനായ ശശി ഇവിടെ താമസമാക്കിയത്. വസ്തുവിന്റെ പ്രമാണത്തിലും വില്ലേജിലെ രേഖകളിലും വഴിയുണ്ടെങ്കിലും അയൽവാസി സ്നേഹമതിൽ കെട്ടി വഴിയടച്ചു. ഇതിനെതിരെ വിവിധ വകുപ്പുകളിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. തൊട്ടടുത്ത വീട്ടുകാരുടെ അനുവാദത്തോടെയാണ് പിന്നീട് നടന്നിരുന്നത്. അവർ കൂടി മതിൽ കെട്ടിയതോടെയാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായത്. 2 ആഴ്ച കൊണ്ട് ഒരു കടയിൽ പോകാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ. സാധനങ്ങൾ വാങ്ങുന്നത് അപ്പുറത്ത് കൊച്ചുങ്ങളെ വിളിച്ച് അവരുടെ കാശ് കൊടുത്ത് അയച്ച് സാധനങ്ങൾ മേടിക്കുകയാണ്. വീടിന്റെ അറ്റകുറ്റപ്പണിക്കായി ഗ്രാമപഞ്ചായത്ത് നൽകിയ തുക ഉപയോഗിച്ച് ശശി പണി ആരംഭിച്ചെങ്കിലും വഴിയടഞ്ഞതോടെ പാതി വഴിയിൽ നിലച്ചു. കാറോ ലോറിയോ കടന്നു പോകാനല്ല, നടന്നു പോകാൻ 3 അടി വഴിയാണ് ഈ സാധു മനുഷ്യർ ആവശ്യപ്പെടുന്നത്. അതും പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.